ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലപോലെ ബിസി ആയിരുന്നു. അപ്പോൾ ബിസി ലൈഫൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ ഏട്ടൻ്റെ കല്യാണമായിരുന്നു. കല്യാണ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവർ ടൂറ് പോയി. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് മുഷിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്നു. ഇനി കണ്ണന് സ്കൂൾ തുറക്കാനായി. ഇനിയൊരു കല്യാണം കൂടെ വരുന്നുണ്ട്, ഞങ്ങളുടെ മാമയുടെ മോളുടെ മോൾക്ക്. സോ ഇനി അതിൻ്റെ തിരക്കാണ്. ഇനി അതിൻ്റെ പുറപ്പാടും പാക്കിങ്ങും ഒക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ കണ്ടു നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ കണ്ടു നിറഞ്ഞു പോയി. പുല്ലൊക്കെ പൊത്തി ആകെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു പൂക്കളൊക്കെ പൂത്തിട്ടുണ്ട്, ശരി എന്നാൽ അത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ്, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കൊരു മെമ്മറി ബുക്കായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കഴിയുമ്പോൾ ഞാൻ ഇന്ന ദിവസം ഇതുപോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അന്ന് ഇതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ ഗാർഡൻ എന്നൊക്കെ എനിക്കൊന്ന് കാണാനുള്ളൊരു ആശ. ആക്ച്വലി ഇത് ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഉള്ള സ്ഥലത്ത് കണ്ട പൂച്ചെടികളൊക്കെ വെച്ചു. ഇനിയും വെക്കാണ്ട് കേട്ടോ. ഞാൻ BSc ബോട്ടണിയാണ് പഠിച്ചത്, അതുകൊണ്ട് ചെടിയോട് ഇഷ്ടം കൂടിയിട്ട് അങ്ങനെ വെച്ചു എന്നൊന്നല്ല. എനിക്ക് പൂക്കളോട് ഇത്തിരി ഇഷ്ടമുണ്ട്. ആ പൂക്കൾ തലി വയ്ക്കാനല്ല, ഇങ്ങനെ കാണാൻ ഇഷ്ടമാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ആവണമെന്നില്ല, മറ്റുള്ളവരുടെ വീട്ടിൽ കണ്ടാലും എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 1-2 സ്ഥലത്തൊക്കെ പലതും ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലും നമ്മൾ അടുത്ത വീട്ടിൽ നിന്നും എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുള്ള ചെടികളാണ്. ഇനിയും കുറേ ചെടികളൊക്കെ നമുക്ക് ഇനി വെക്കാനുണ്ട്, പതുക്കെ വെക്കണം. ഇപ്പോൾ നമ്മുടെ 5 months ഓൾമോസ്റ്റ് കഴിയാനായി. ഇതാണ് എൻ്റെ ബേബി ബംപ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ എന്താ പറയുക, വയറൊക്കെ വലുതായി അങ്ങനത്തുള്ള കുറച്ച് പ്രയാസമൊക്കെ ഉള്ളൊരു സമയമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് ഈ 5 to 7 months ആണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 6-7 months ആണ് എൻ്റെ ഉള്ള ഗോൾഡൻ ടൈം. ഉള്ളത് ഞാൻ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഛർദി ഒന്ന് കൺട്രോളിലായതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഛർദിയാണ് എനിക്ക് മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത്, അതൊന്ന് കൺട്രോളിലായി കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എന്നാലും ഉണ്ട് കേട്ടോ, ഛർദി ഇല്ലയെന്നല്ല, ഉണ്ട്. ഇടയ്ക്ക് കൂടെ ഛർദി ആയിട്ട് ഞാൻ ട്രിപ്പ് കിടപ്പായി. അങ്ങനെ കുറേ വികാരങ്ങളായിട്ടുള്ള കുറേ ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ കടന്നുപോയി ഇടയിൽ. അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ ഞാൻ പറയാം എന്നാഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ അതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പറഞ്ഞ് മോഷിപ്പിക്കില്ല. എൻ്റെ കുട്ടി ഗാർഡൻ, എൻ്റെ വലിയ ഗാർഡൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ മുൻവശം. പരിസരത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങുവാണ് കേട്ടോ. ഇതാണ് ബ്രഹ്മി. കുട്ടികൾക്ക് കൊടുത്ത് നല്ല ബുദ്ധി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. 2 എണ്ണത്തിൽ വെച്ചു, 1 കരിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇത് ഫുൾ ചെണ്ടുമല്ലിയുടെ മിച്ചം വന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ വള്ളികളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം വൃത്തിയാക്കാനുണ്ട്. ഇത് കരിന്തുളസിയാണ്. അയ്യോ, ഇതെല്ലാം പുഴു തിന്നിട്ടോ, അതൊക്കെ നോക്കേണ്ടതാണ്. നല്ല വിഷമം തോന്നുന്നു. ഇത് മറ്റേ കണക്കൂർക്കയാണ്, ഞങ്ങളിവിടെ കണക്കൂർക്ക എന്നാ പറയുക, ബാക്കിയുള്ളവിടെ എന്താ പറയുകയെന്നറിയില്ല. നല്ല മണ ഇലയ്ക്കും. അതേപോലെ ഇത് പനി വന്നാൽ പനിക്കൂർക്കാന്നും പറയും, അത് കഴിച്ചാൽ നല്ലതാണ്, പനി പോവും. പിന്നെ ഇതേ ഒരു ബുഷ് ചെടിയൊക്കെ ഉണ്ട്. എത്ര റോസാ പൂത്തിരിക്കുന്നത് നോക്കി, ഭംഗിയുള്ള റോസ്, കുഞ്ഞു റോസ്. റോസൊക്കെ പൂത്ത് കരിഞ്ഞ് പോയിരിക്കുന്നു. ഇതുണ്ടോ, ഒരു കൊട്ട പൂക്കുമ്പോൾ അങ്ങനെയാ കേട്ടോ. ഇതുണ്ടോ, ഒരു ഞെട്ടിയിൽ തന്നെ 3-4 പൂവൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. എല്ലാം വൃത്തിയാക്കാനുണ്ട് കേട്ടോ, നമ്മളൊന്നും വൃത്തിയാക്കിയിട്ടില്ല. പിന്നെ ഈ ഭാഗത്ത് ഞാൻ അന്ന് വെച്ച് കുറച്ച് പച്ചമുളകായിട്ട് പറിച്ചു കേട്ടോ. ഇതെല്ലാം പൂത്തിട്ടുണ്ട്, ഇനിയും പൂത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് കിട്ടി, നമ്മളത് പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇനിയും പൂത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ പുല്ലൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഈ ഓറഞ്ചിൻ്റെയും മഞ്ഞയുടെയും പൂക്കളാണ്. ആ ഭാഗത്ത് ഓറഞ്ചാണ് കൂടുതലും ഉള്ളത്, കണ്ടോ. ഈ ഭാഗത്ത് ഓറഞ്ചും മഞ്ഞയൊക്കെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുറേ എന്താ പറയുക, പച്ചമുളകിൻ്റെ ചെടികളുമുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല, ഇതൊക്കെ പറിച്ച് കളയണം. കണ്ടോ, അത്ര വലിയ ചെടികളൊക്കെ.
അങ്ങനെ കുറച്ച് പറിച്ച് കളയാനൊക്കെ ഉണ്ട്. വൃത്തിയാക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ 2-3 ആഴ്ച ഇല്ലാത്തതിൻ്റെയാണ്. പിന്നെ ഇത് ഈ ചീരയുടെ മിച്ചമാണ് കേട്ടോ. നമ്മൾ ചീര എല്ലാം പറിച്ച് കളഞ്ഞു. കാരണം അതൊക്കെ കഴിക്കാൻ തുടങ്ങി. കുറേ തവണ നമ്മൾ എടുത്തെടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം പറിച്ച് കളഞ്ഞു. ഇനി ആദ്യം വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. ബുഷിയായി നിൽക്കണം കേട്ടോ. ഇതൊന്നിച്ച് അങ്ങോട്ട് പൂക്കാൻ തുടങ്ങുമ്പോൾ. പിന്നെ ആ ഭാഗത്തൊന്നും വൃത്തിയാക്കിയിട്ടില്ല, ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതേ നമ്മുടെ കരിവേപ്പിലയാണ്. കരിവേപ്പിലയൊക്കെ ആളൊന്ന് എണീറ്റിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളപ്പൂ, കോളാമ്പിയുടെ വെള്ളയും വയലറ്റുമാണ്. ഇത് വയലറ്റ്, ഈ ഭാഗത്ത് വെള്ള കണ്ടോ, നല്ല ഭംഗിയുള്ള പൂവാട്ടോ. അതിങ്ങനെ പടർന്ന് നിൽക്കും. ഒന്ന് കെട്ടിയൊക്കെ കൊടുക്കണം. പിന്നെ ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടൈപ്പ് അരളിപ്പൂ, വെള്ള അരളി. ഇത് മഞ്ഞ കോളാമ്പി. ഇത് കണ്ടോ, പൂത്ത് തുടങ്ങി എന്ത് ഭംഗിയാന്ന് നോക്കി. എന്നും കൊലയായി പൂക്കും. ദിവസം പൂവുണ്ടാവും കേട്ടോ. ഈ പൂവ് കൊഴിഞ്ഞ് ഇത് 2-3 ദിവസം നിൽക്കും. ഈ പൂ കൊഴിയുമ്പോഴേക്കും അടുത്ത പൂവിനുള്ളതാവും. എന്നും പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ 3ാമത്തേത് കേട്ടോ. അങ്ങനെ നമ്മുടെ കരിവേപ്പ് നമ്മുടെ എന്താ പറയുക, വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോവില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് കാറ്റാടിമരമാണ്. കാറ്റാടിമരം ഇരുന്നവിടെ നിന്നൊന്നും പൊങ്ങിയിട്ടില്ല എന്ന് മാത്രം. ഇത് കണ്ടോ, റോസ്, നല്ല യെല്ലോ റോസാണ് കേട്ടോ. കണ്ടോ, ഫോക്കസ് വരുന്നില്ലല്ലോ, ഫോക്കസ് വാ. യെല്ലോ റോസ് 3 എണ്ണം കേട്ടോ. ഇത് കുഞ്ഞു മുട്ട, എന്ത് രസം കാണാൻ. ഇത് അവിടെ ഒന്നുകൂടിയുണ്ട്. അങ്ങനെ 3 റോസ്. ഇതൊക്കെ പൂത്ത് പോയതാട്ടോ. അതിനിടയിൽ കൂടെ വേറെ എന്തൊക്കെയോ ചെടികളുണ്ട്, എല്ലാം പറിച്ച് കളയണം. ഇത് തെച്ചിയാണ്, നല്ല ചുവന്ന തെച്ചി കേട്ടോ. എൻ്റെ വീട്ടിലത്തെയാണ്, പക്ഷെ ഇതുവരെ പൂത്തിട്ടില്ല. പൂക്കുമായിരിക്കും. ഇതെൻ്റെ വീട്ടിലത്തെ ചെമ്പരത്തി കേട്ടോ. എന്താ കളറ് നോക്കിയോ, റെഡ്, ബ്രൈറ്റ് ബ്രെഡ്, എന്താ പറയുക, ബ്ലഡ് റെഡ്. അതാണ് എല്ലാം ഓരോന്നൊക്കെ പൂത്തിട്ടുണ്ട്. ഇനി ഒരു ക്രീം വൈറ്റൊക്കെ വീട്ടിലുണ്ട്. എല്ലാം ഒന്ന് പോയിട്ടൊന്ന് കൊണ്ടുവരണം. ഓരോന്നോരോന്നായിട്ട് വെച്ച് തുടങ്ങണം. ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇനി പറഞ്ഞിട്ട് പോയേട്ടോ, പൂക്കണം കേട്ടോ എന്ന്. ഇതിനെ തങ്കർലി എന്നാണ് ഞങ്ങൾ പറയുക കേട്ടോ. നല്ല റോസ് കളറായിട്ടുള്ള അരളിയാണ്. ഇതിനേക്കാൾ ഇനി ലൈറ്റായിട്ടുള്ളതും ഇങ്ങനെ വരകളുള്ള സ്ട്രിപ്സ് പോലെ വരകളുള്ളൊരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളൊരു ബേബി പിങ്ക് ഷെയ്ഡുള്ളൊരു അരളി കൂടി ഉണ്ട്. കുറേ അരളി ഉണ്ട് കേട്ടോ. ഇതും ആ ഒരു ലൈറ്റ് കളറുമാണ്, കുറച്ചുകൂടെ എല്ലാവിടെയും കാണുന്നൊരു കോമൺ കളേഴ്സ് ഉള്ളത്. അതും ഇതേപോലെ ഇതിങ്ങനെ ഒന്നിച്ചാൽ പൂക്കുക. ഇതാണ് ഇതിൻ്റെ മൊട്ട്. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഒന്നിച്ച് എല്ലാം പൂക്കും കേട്ടോ. ഇതെല്ലാത്തിനും ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു വന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം, ചന്താക്കണം. ഇനിയിപ്പോൾ എല്ലാം പൂക്കാൻ തുടങ്ങും. ഒന്ന് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പൂക്കാൻ തുടങ്ങും. എന്തത് പൂക്കാത്തേന്ന് ആകെ സങ്കടത്തിരിക്കുമായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇലയുടെ ഭംഗി കണ്ടിട്ട് എടുത്തിട്ട് വന്നതാണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമ്മിച്ചേച്ചി തന്നതാണ്. അപ്പോൾ ഇങ്ങനെ അതിലെന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ വിത്താണോ പൂവാണോ ഒന്നും അറിയില്ല. എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് ബുഷ് പോലെ നിർത്തണം. അതേപോലത്തെ വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ കളറ് കണ്ടോ, പിങ്ക്, ബ്രൗൺ, ഗ്രീൻ, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇലയ്ക്കൊക്കെ എന്തൊരു രസം കാണാൻ. അതിനും ഇതുപോലെ കതിരൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം വെട്ടി നല്ല ബുഷിയായിട്ട് വളർത്തണം. ഇപ്പോൾ ഒന്ന് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു തല എടുത്ത് വെച്ചതാട്ടോ. ഇത്രയൊക്കെ വളർന്നുല്ലോ. അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ ആയിരുന്നു, പയറൊക്കെ ആയിരുന്നു. അതൊക്കെ കളഞ്ഞു നമ്മൾ. ഇപ്പം നല്ല പൂര വെയിലാട്ടോ. സമയം 9:30 സമയമാണ് കേട്ടോ. കണ്ണൻ ഉറങ്ങി എണീക്കാത്തത് കൊണ്ടാണ് ഈ പരിപാടിക്ക് ഞാൻ ഇറങ്ങിയത് തന്നെ. ഇതാണ് നമ്മുടെ വാഴ, കുഞ്ഞു വാഴ, ടിഷ്യൂ വാഴയാണ് കേട്ടോ. ഇത് മറ്റേ റോബസ്റ്റോ ആണ്. ഒന്ന് പൂവമ്പഴും ഒന്ന് റോബസ്റ്റോ ആണ്. ഇതിലേതാ പൂവമ്പഴും ഏതാ റോബസ്റ്റോ എനിക്കറിയില്ല, ഏട്ടേ വെച്ചത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങ തേമാനം മുട്ടാനായി നിൽക്കുകയാണ്. ഞാൻ ഒപ്പമായിട്ടിങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ അമ്മ പറഞ്ഞു നല്ല മുരിങ്ങക്കായ കായ്ക്കുന്നതാണ്, എന്തിനാ ഇങ്ങനെ തലപ്പൊടിച്ച് കളിക്കണേന്ന് പറഞ്ഞു. പിന്നെ ശരി, നമുക്കിപ്പോൾ ഈ അവസ്ഥയിൽ അധികം മുരിങ്ങ കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ചൂട് കൂടുതലുള്ള സമയം ഓൾറെഡി ചൂടുള്ള ഒരു മുരിങ്ങയും കൂടെ കഴിക്കുമ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കും കേട്ടോ. ഒരു വീക്ക്ലി വൺസ് ഇല്ലെങ്കിലും മന്ത്ലി 2 എടുക്കും. ചീരയോ മുരിങ്ങയോ എന്തെങ്കിലും ഇലക്കറി കഴിക്കാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് പൂളയുണ്ട്, കപ്പാപ്പൂള എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ്. ഇവിടെയൊക്കെ പുല്ല് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എത്ര വെട്ടിയിട്ടും കാര്യമില്ല. നല്ല കാട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മറ്റേ മെഷീൻ വെച്ചിട്ട് എല്ലാം കട്ട് ചെയ്താണ്. പക്ഷെ വലിയ ഗുണമൊന്നുമില്ല. ഇത് നമ്മുടെ നാടൻ തെങ്ങാണ്.
കുറേ കൊല്ലം കഴിഞ്ഞാലേ ഇത് കായ്ക്കുള്ളൂ. നല്ല ഹൈറ്റിലും പോകും. അപ്പോൾ നാടൻ തെങ്ങ്. പിന്നെ ഇത് ഇവിടെയൊക്കെ എൻ്റെ തുളസി ചെടികളുണ്ട്. അതേ നിൽക്കുന്ന കണ്ടോ, ഇതൊക്കെ എൻ്റെ തുളസി ചെടിയാട്ടോ. പക്ഷേ ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അവന്മാർക്കറിയില്ലേ തുളസി ചെടി ഏതാന്ന്. എല്ലാം ആ മെഷീൻ കട്ട് ചെയ്യുന്ന ആൾ വെച്ച് കട്ട് ചെയ്തു. ഇത് പങ്കലപ്പല്ലിന്നോ അങ്ങനെ എന്തോ വലിയൊരു ഉണ്ട മാങ്ങയുടെ തൈയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മറ്റേ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ കാണുന്ന തെങ്ങും അതേപോലെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഇതും, ഈ രണ്ടും തെങ്ങ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ 18ാം വട്ട തെങ്ങെന്ന് വെച്ചാൽ 18 പട്ട കഴിയുമ്പോഴേക്കും ഇത് കായ്ച്ചു തുടങ്ങും എന്നാണ് അതിൻ്റെ ഒരു വെപ്പ്. കായ്ക്കട്ടെ. ഇത് ആയുഷ് ചക്ക. ഓ, ചക്കയുടെ ഇലയ്ക്കൊക്കെ എന്തൊക്കെ പറ്റി, പുഴു തിന്നോ? കുറേയൊക്കെ പുഴു തിന്നിരിക്കുന്നു കേട്ടോ. ഇത് ആയുഷ് ചക്കയുടെ ചെടിയാണ്. ഓ, എൻ്റെ നിഴൽ കാണില്ലാതെ. ആയുഷ് ചക്കയുടെ ചെടി. പിന്നെ ഇത് ചെമ്പകം. എൻ്റെ വീട്ടിൽ ചെമ്പകത്തിൻ്റെ മരം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഇവിടെ വെക്കണം എന്നൊരു ആശയുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു മഞ്ഞയാണ് നോക്കിയത്. മഞ്ഞാന്ന് തൊട്ട വാങ്ങിച്ചത്. ഇത് കണ്ടോ, വെള്ളയാണ് കേട്ടോ. കാണുന്നുണ്ടോ ഫോക്കസ്? കണ്ടോ, വെള്ളപ്പൂവാണ്. അപ്പുറത്തൊരു മൊട്ട് കൂടി ഉണ്ട് കണ്ടോ. അങ്ങനെ കുഞ്ഞു ചെടിയാണ് കേട്ടോ. ആളെൻ്റെ കൈയുടെ അത്രേ ഉള്ളൂ. പക്ഷേ ആൾ പൂക്കാനൊക്കെ തുടങ്ങി. ഇത് കുറേ തവണയായി പൂക്കണം കേട്ടോ. അപ്പോൾ നന്നായി പൂത്ത് കാച്ചി അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനിലുള്ളത്. ഇനി നമുക്ക് കുറേ സ്പേസ് കൂടിയുണ്ട്. അപ്പോൾ പതുക്കെ ഓരോ സാധനങ്ങളായിട്ട് വെക്കാം. ഇത് കണ്ടോ, വെള്ളത്തുള്ളികൾ നിൽക്കുന്നത് കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. ഇതൊക്കെ കണ്ണം പെറുക്കി വെച്ചതാണ്. എൻ്റെ തിരുമുന്ന കല്ല് മുഴുവൻ കോശമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിവിടേക്കാണ് തുണിയൊക്കെ തോരിയിടുന്നത്. കുറച്ച് എന്ന് വെച്ചാൽ വെയിൽ കൊള്ളാത്ത സാധനം കാർ ഷെഡിലും കൊണ്ടുപോയിടും കേട്ടോ. അങ്ങനെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാണ്ട് നമ്മുടെ കുറച്ച് പണിയുടെ ബാക്കിയുള്ള പാറപ്പൊടിയാണിത്. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണ്ടെന്നുകൊണ്ട് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടതാണ്. അതാണിപ്പോൾ ഏറ്റവും വലിയ വേസ്റ്റായി നിൽക്കുന്നത്. കണ്ടോ എന്താണ് ഒരു കോലെന്ന്. ഇനി ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം. എൻ്റെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് കുറച്ച് മടി പിടിച്ചിരിക്കുക ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ വയ്യാ തോന്നും. അപ്പോൾ അതങ്ങനെയൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി പതുക്കെ ചെയ്ത് തുടങ്ങണം. ഇനി കുറച്ച് അധ്വാനിക്കേണ്ട സമയമാണല്ലോ. 5 months കൂടെ കഴിഞ്ഞ് എന്ന് വെച്ചാൽ 5 months കഴിഞ്ഞ് വെച്ച് നല്ല കുനിഞ്ഞ് പണിയെടുക്കണം എന്നാണല്ലോ പറയാറ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ തുടങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഗാർഡൻ. എൻ്റെ കുഞ്ഞു ഗാർഡൻ. അങ്ങനെ വലിയ ചെടികളൊന്നുമില്ല. പക്ഷെ പതുക്കെ നമ്മൾ എല്ലാം വയ്ക്കും. അപ്പം ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ വേറെ എന്താ പറയാനുള്ളത്? അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആശംസിക്കുകയാണ്. എൻ്റെ വീട്ടിലെ പൂക്കളൊക്കെ കണ്ടോ, ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇനി ഞാൻ ഇതിനേക്കാൾ കുറച്ചുകൂടെ നന്നാക്കി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നോക്കട്ടെ. ഇനി നമ്മൾ ഗാർഡൻ അടിപൊളിയാക്കും. ഞാൻ മാക്സിമം എല്ലാവരും വീട്ടിൽ നിന്നാണ് പൂക്കൾ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ മരങ്ങളും ബാക്കിയുള്ളതും മാത്രമേ നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അവിടെ നിന്നൊക്കെ ചോദിച്ച് ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ഗാർഡനിങ്. നമ്മൾ ഫുള്ള് നഴ്സറിയിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്തു, വീട്ടിൽ വേറൊരാളെ കൊണ്ട് നടിയിപ്പിച്ചു, എന്നിട്ട് അതിനെ നോക്കി വളർത്തുക, ഇല്ലെങ്കിൽ അത് നോക്കാൻ വേണ്ടി പരിപാലിക്കാൻ വേണ്ടി ഒരാളെ നിർത്തിക്കുക. അങ്ങനത്തെയുള്ള പരിപാടിയൊക്കെ ശരിക്കും ഗാർഡനിങ് ആണ്. നമ്മളായിട്ട് വെക്കുമ്പോഴല്ലേ അത് പൂക്കുമ്പോഴും തളിർക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പം എനിക്ക് ആകെ വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പച്ചക്കറി മുഴുവൻ പോയി. ചീര ഉണ്ടായിരുന്നു, ചീരയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും വലുതായിട്ടില്ല. പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മത്തനില്ല, കുമ്പളങ്ങിയില്ല. അതിൻ്റെയൊക്കെ വെള്ളി ഉണ്ടായിരുന്നു, ഒന്നും കാണാനില്ലാന്നേ. മത്തനില്ല, കുമ്പളങ്ങിയില്ല, ഒന്നുമില്ല. എൻ്റെ പച്ചക്കറി കൃഷി അങ്ങോട്ട് മൊത്തത്തിൽ കൊളാപ്സ്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അപ്പോഴേക്കും ഡെലിവറി ഡേറ്റും ആവും, അടിപൊളിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കെല്ലാം വഴിയെ ചെയ്ത് റെഡിയാക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്ര നേരം വീഡിയോ സഹിച്ചിരുന്ന് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.